കേരളത്തിൻ്റെ ദീർഘകാല വികസനം മുൻനിർത്തിക്കൊണ്ട് മരാമത്ത് രംഗത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പരിശ്രമിച്ച ആ എക്സ്പ്രസ് ഹൈവേ അടക്കം മരാമത്ത് രംഗത്തും ഭരണ രംഗത്തും നിർവഹണ രംഗത്തും നിയമസഭാ സാമാജികൻ എന്ന നിലയിലുമൊക്കെ ആ പദ്ധതിയെ നഖശികാന്തം എതിർത്ത് തോൽപ്പിച്ചു. ഞാനൊരു വിശേഷണത്തിനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഇന്ന് ദേശീയപാത ദുരന്തം നമ്മുടെ സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന ദുഷ്കരമായ പ്രവൃത്തികൾ കാണുമ്പോൾ ദശാബ്ദങ്ങൾക്കപ്പുറത്ത് മരാമത്ത് മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ MK മുനീറിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതി ഉണ്ടായിരുന്നു, എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന പദ്ധതി. ഞാനടക്കം ആ പദ്ധതിയെ നഖശികാന്തം എതിർത്ത് തോൽപ്പിച്ചു, പരാജയപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്. ഒരു പക്ഷേ അന്ന് ആ എക്സ്പ്രസ് ഹൈവേ ഒരു സമവായത്തിലൂടെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ ദുരന്തം ഒരുപക്ഷെ അനുഭവിക്കുമായിരുന്നില്ല. ഞാൻ സൂചിപ്പിച്ച എത്ര ദീർഘവീക്ഷണത്തോടുകൂടി പരാജയപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്. ഒരു പക്ഷേ അന്ന് ആ എക്സ്പ്രസ് ഹൈവേ ഒരു സമവായത്തിലൂടെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ ദുരന്തം ഒരുപക്ഷെ അനുഭവിക്കുമായിരുന്നില്ല. ഞാൻ സൂചിപ്പിച്ച എത്ര ദീർഘവീക്ഷണത്തോടുകൂടി കേരളത്തിൻ്റെ ദീർഘകാല വികസനം മുൻനിർത്തിക്കൊണ്ട് മരാമത്ത് രംഗത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പരിശ്രമിച്ച ആ എക്സ്പ്രസ് ഹൈവേ അടക്കം മരാമത്ത് രംഗത്തും ഭരണ രംഗത്തും നിർവഹണ രംഗത്തും നിയമസഭാ സാമാജികൻ എന്ന നിലയിലുമൊക്കെ സ്തുത്യർഹമായ നിലയിൽ പ്രവർത്തിച്ച് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ വളരെ നർമ്മരസത്തോടുകൂടി ഗൗരവതരമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ നർമ്മരസത്തോടുകൂടി അവതരിപ്പിച്ച് സമൂഹത്തിൻ്റെ പൊതുശ്രദ്ധയാകർഷിച്ച് പൊതുസ്വീകാര്യതയുള്ള വ്യക്തിത്വത്തിനുടമയായി മാറിയ ബഹുമാനപ്പെട്ട ഡോക്ടർ MK മുനീറാണ് എന്നോടൊപ്പം ഈ മെട്രോ മുഹമ്മദ് ഹാജിയുടെ നാമധേയത്തിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് എന്നുള്ളതും ആ അവാർഡിൻ്റെ പുരസ്കാരത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ MK മുനീറിനെ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് പുരസ്കാര ജേതാക്കൾ, ആദരിക്കപ്പെട്ട വ്യക്തികൾ, അതുപോലെ തന്നെ എന്നോടൊപ്പം ഈ പുരസ്കാരം ലഭിച്ച പ്രിയപ്പെട്ട ഡോക്ടർ MK മുനീർ,